2 സീറ്റും കൂടി ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. പാർട്ടിക്ക് അർഹതപ്പെട്ടതുമാണ്. ഇപ്രാവശ്യം കോൺഗ്രസ് മത്സരിക്കുന്നു. തീർച്ചയായിട്ടും UDFന്റെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും വിജയത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടുണ്ട്. വരുന്ന വർഷം കേരള കോൺഗ്രസിന് 10 സീറ്റ് നിലനിർത്തി തരുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടാകണം എന്ന ആവശ്യം പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടികൾ തമ്മിലുള്ള മത്സരം കൊണ്ട് ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ് കടുത്തുരുത്തി. കടുത്തുരുത്തിയിലെ UDF സ്ഥാനാർത്ഥി മോൻസ് ജോസഫ് ഇപ്പം നമ്മോടൊപ്പം ചേരുകയാണ്. ഇക്കുറി എങ്ങനെയാണ് പ്രതീക്ഷകൾ? ഇപ്രാവശ്യം കൂടുതൽ ഭൂരിപക്ഷത്തോടെ കടുത്തുരുത്തിയിലെ ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്രാവശ്യം കേരളം ഒട്ടാകെ UDF സർക്കാർ UDF നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇടതു മുന്നണിക്ക് അനുകൂലമായ തരംഗവും അനുകൂലമായ വോട്ടിങ്ങുമായിരുന്നു. അതിനിടയിലും ജനങ്ങൾ ജയിച്ചു വരാനുള്ള സാഹചര്യം UDFിൽ നിന്ന് മത്സരിച്ച് ഞങ്ങൾക്കെല്ലാം തന്നു. അപ്പോൾ ഇപ്രാവശ്യം ഉറപ്പാണ്. കാരണം ഇടതുപക്ഷം ഇറങ്ങണം എന്ന് ജനങ്ങൾ വിധിയെഴുതുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ UDF വരണമെന്നുള്ളതാണ്. അപ്പോൾ UDF അധികാരത്തിൽ വരാൻ ആദ്യം പിന്തുണ നൽകേണ്ട കുറേ മണ്ഡലങ്ങളുണ്ട്. അതിലൊന്നാണ് ജനാധിപത്യ ഈശ്വര വിശ്വാസികളുടെ ഉരുക്കുകോട്ടയായ കടുത്തുരുത്തി. അതുകൊണ്ട് കടുത്തുരുത്തിയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇരട്ടി ഭൂരിപക്ഷത്തോടെ കൂടുതൽ ഭൂരിപക്ഷത്തോടെ ഞാൻ അത്രേ പറയുന്നത് കൂടുതൽ ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ വിജയിപ്പിക്കും. തിളക്കം മറന്ന വിജയം കടുത്തുരുത്തിയിൽ ജനങ്ങൾ സമ്മാനിക്കും. കടുത്തുരുത്തിയിൽ എതിർഭാഗത്തുള്ളത് കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥി തന്നെയാണ്, നിർമ്മല ജിമ്മി. അതും അത്തരത്തിൽ ആളുകൾക്ക് ബന്ധം പരസ്പരം ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു കൺഫ്യൂഷനും ഇല്ല. കാരണം ഞാൻ 7ാമത്തെ ടൈം മത്സരിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ വിജയത്തിലേക്ക് വരുന്നത് എല്ലാ പ്രാവശ്യവും മത്സരം 2 കേരള കോൺഗ്രസ് തമ്മിലാണ്. ഇതുവരെയുള്ള എല്ലാ മത്സരങ്ങളും കേരള കോൺഗ്രസ് തമ്മിലാണ്. ആ മത്സരങ്ങളിലെല്ലാം ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ജനങ്ങൾ കൃത്യമായി വോട്ട് ചെയ്യുകയും സഹായിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് കടുത്തുരുത്തിയെ ചേർത്ത് പിടിച്ച് എൻ്റെ പൊതുജീവിതം എന്ന് പറയുന്നത് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അവർക്ക് നന്മ ചെയ്യുക, നാടിന് നന്മയുണ്ടാവുക, അതിന് വിശ്രമമില്ലാത്ത പ്രവർത്തനമാണ്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള ജനങ്ങൾ അവർക്ക് ഏത് നേരത്തും ഏത് പാതിരായെന്നോ രാവിലെ ഒന്നും ഒന്നും വ്യത്യാസമില്ലാതെ ഏത് സമയത്തും അവർക്ക് വരാവുന്ന വെളിപ്പാട് അകലെ നിൽക്കുന്ന MLA ആയി ജനങ്ങളുടെ കൂടെയുണ്ട്. അത് ബോധ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായി സഹായിക്കും. അവിടെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ആളുകൾ ഇപ്രാവശ്യം ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. മറ്റൊരു കാര്യം ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ കേരള കോൺഗ്രസിന് ഇത്തവണ 8 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് EM 12 സീറ്റുകളിൽ മത്സരിക്കുന്നുമുണ്ട്. 2 സീറ്റുകളുടെ കുറവ് ഇത്തവണ കേരള കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട്. അതൊരു മനോവിഷമമുണ്ടോ? ഒരു മനോവിഷവുമില്ല. ഞങ്ങൾക്കൊരു വിഷമമുണ്ട്. കാരണം ഞങ്ങൾക്ക് 2 സീറ്റും കൂടി ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. പാർട്ടിക്ക് അർഹതപ്പെട്ടതുമാണ്. ഇടുക്കിയും ഏറ്റുമാനൂരും ആ 2 സീറ്റുകളും കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സീറ്റുകളാണ്. പക്ഷേ ഞങ്ങൾ ഇപ്രാവശ്യത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഒരു ശക്തമായ ഒരു ആവശ്യം അവർ ഉന്നയിച്ചു. കോൺഗ്രസിന് ഇപ്രാവശ്യം മത്സരിക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെ ഉണ്ടാകണം. അതിന് വിവിധ കാരണങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ആ കാര്യങ്ങളെല്ലാം വിലയിരുത്തി. ഞങ്ങളുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റിക്കും കോട്ടയം ജില്ലാ കമ്മിറ്റിക്കും അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ നേതൃത്വം അക്കാര്യങ്ങളോട് സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും പാർട്ടിയുടെ നേതൃത്വം എടുക്കുന്ന തീരുമാനം എന്നതിലേക്ക് എല്ലാവരും എത്തുകയായിരുന്നു. അതിന്റെ കാരണം UDF വിജയിക്കുക എന്നുള്ളതാണ്. ഇപ്രാവശ്യം UDFന് ഭരണം നഷ്ടപ്പെട്ടാൽ, UDFന് ഏതെങ്കിലുമൊക്കെ കാരണങ്ങളുടെ പേരിൽ തകർച്ചയുണ്ടായാൽ അത് എല്ലാവരെയും കുറ്റപ്പെടുത്തും. അതുകൊണ്ട് ഞങ്ങൾ അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറായി. തന്നെയുമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് യോജിച്ച കേരള കോൺഗ്രസിന്റെ M വിഭാഗത്തിലേക്ക് പോയി. അപ്പം ഞങ്ങൾക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടായി. പാർട്ടിയുടെ ചിഹ്നം, പാർട്ടിയുടെ അംഗീകാരം, ഇത്തരം വിഷയങ്ങളെല്ലാം. അപ്പോൾ ലോക്സഭാ സീറ്റ് ഉൾപ്പെടെ പാർട്ടിക്ക് ആവശ്യമായിരുന്നു. ആ സമയത്ത് കോൺഗ്രസ് പാർട്ടി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മുസ്ലിം ലീഗ് UDF ധാരണയോടെ കോട്ടയം പാർലമെന്റ് സീറ്റ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് വിട്ടുതരാൻ തയ്യാറായി. അല്ലെങ്കിൽ പാർട്ടി പണ്ടും കോട്ടയത്തോ അല്ലെങ്കിൽ ഇടുക്കിയിലോ പാർലമെന്റിൽ മത്സരിച്ചുകൊണ്ടിരുന്നതാണ്. തൊട്ടു മുമ്പിലെ പിളർപ്പിൽ ഞങ്ങളെ ക്ഷീണിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇടതുമുന്നണിയിലേക്ക് ജോസ് കെ മാണി വിഭാഗം പോയപ്പോൾ ഞങ്ങൾക്ക് മുന്നണിയിൽ പ്രൊട്ടക്ഷൻ തന്നുകൊണ്ട് ആ കോട്ടയം പാർലമെന്റിൽ മത്സരിക്കുവാനും വിജയിക്കുവാനും കഴിയുന്ന സാഹചര്യം ഉണ്ടായി എന്ന ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പരിഗണിക്കുകയുണ്ടായി. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു 1 ടൈം ധാരണ എന്ന നിലയിലാണ് ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചയിൽ ഒരു ക്രമീകരണം ഉണ്ടായിട്ടുള്ളത്. ഇപ്രാവശ്യം കോൺഗ്രസ് മത്സരിക്കുന്നു. തീർച്ചയായിട്ടും UDFന്റെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും വിജയത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടുണ്ട്. വരുന്ന വർഷം കേരള കോൺഗ്രസിന് 10 സീറ്റ് നിലനിർത്തി തരുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടാകണം എന്ന ആവശ്യം പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസ് പാർട്ടി ഉഭയകക്ഷി ചർച്ചയിൽ ഞങ്ങളുമായി ധാരണ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും എന്തായാലും UDF ഏത് വിധേനയും അധികാരത്തിലെത്തുക, അതിലപ്പുറത്തേക്ക് ഒന്നുമില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് മോൻസ് ജോസഫ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. കോട്ടയത്ത് നിന്ന് അനന്തുവിനൊപ്പം സിജോ വർഗീസ്.